അതായത് ശരിയായ നേതൃത്വവും കൃത്യമായ ലക്ഷ്യവുമുണ്ടെങ്കിൽ ഏത് തകർന്ന സ്ഥാപനത്തെയും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനാകും. 5 പതിറ്റാണ്ട് മുമ്പ് ചെളിനിറഞ്ഞ കൊച്ചിത്തീരത്ത് വിദേശ സാങ്കേതികവിദ്യ കടം വാങ്ങി തുടങ്ങിയ ഈ യാത്ര ഇന്ന് ലോകത്തിന് തന്നെ കപ്പലുകൾ നിർമ്മിച്ചു നൽകുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു മാനേജ്മെന്റ് മിറക്കിളാണ് ഈ സ്ഥാപനം. ഈ മാറ്റം എങ്ങനെ സാധ്യമായി എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. തൊഴിലാളികളെ വെറും ശമ്പളക്കാരായി കാണുന്നതിനു പകരം അവരെ തീരുമാനങ്ങളിൽ പങ്കാളികളാക്കി യൂണിയൻ നേതാക്കളുമായി തുറന്ന ചർച്ചകൾ നടത്തി. INS വിക്രാന്ത് പോലുള്ള വലിയ പ്രൊജക്റ്റുകൾ വന്നപ്പോൾ അത് രാജ്യത്തിന്റെ അന്തസ്സ് ഉയർത്തുന്ന ഒന്നാണെന്ന ബോധം താഴെത്തട്ടിലുള്ള തൊഴിലാളികൾ വരെ എത്തിക്കാൻ മാനേജ്മെന്റിന് സാധിച്ചു. സമരങ്ങൾ ഉൽപ്പാദനത്തെ ബാധിക്കാത്ത രീതിയിൽ മാറ്റാൻ ഈ വൈകാരിക ബന്ധത്തിന് കഴിഞ്ഞു. കപ്പൽ നിർമ്മാണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഉണ്ടാകുന്ന സാമ്പത്തിക റിസ്ക് തിരിച്ചറിഞ്ഞ് കൂടുതൽ ലാഭം ലഭിക്കുന്ന കപ്പൽ അറ്റകുറ്റപ്പണിയിലേക്ക് ശ്രദ്ധ വെച്ചു. നിലവിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ലാഭത്തിന്റെ ഏകദേശം 40% വരുന്നത് ഷിപ്പ് റിപ്പയർ വിഭാഗത്തിൽ നിന്നാണ്. ഇന്ത്യൻ നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും കപ്പലുകൾ അറ്റകുറ്റപ്പണി നടത്താനുള്ള വലിയ കരാറുകൾ നേടിയെടുത്തു. സാധാരണ കാർഗോ കപ്പലുകൾക്ക് പകരം അത്യാധുനിക സാങ്കേതിക വിദ്യ ആവശ്യമുള്ള ഇലക്ട്രിക് വെസലുകൾ, LNG കപ്പലുകൾ എന്നിവയിലേക്ക് ശ്രദ്ധ മാറ്റി. കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഷിപ്പ്യാർഡ് അതിന്റെ സാന്നിധ്യം വ്യാപിപ്പിച്ചു. ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടിയുള്ള കപ്പലുകൾക്കായി കൊൽക്കത്ത, ഹൂഗ്ലിയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് പുതിയ യൂണിറ്റ് തുടങ്ങി. കർണാടകയിലെ മാൾപ്പയിൽ ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾക്കായി പ്രത്യേക യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മുംബൈ പോർട്ട് ട്രസ്റ്റുമായും ആൻഡമാൻ ഭരണകൂടവുമായും ചേർന്ന് ഷിപ്പ് റിപ്പയർ യൂണിറ്റുകൾ സ്ഥാപിച്ചു. സാമ്പത്തിക അച്ചടക്കവും 2017 ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗും ഷിപ്പ്യാർഡിന്റെ കുതിപ്പിന് സഹായിച്ചു. പൊതുജനങ്ങളിൽ നിന്നും വിപണിയിൽ നിന്നും പണം സമാഹരിച്ചതോടെ വലിയ പ്രൊജക്റ്റുകൾക്ക് നിക്ഷേപം നടത്താൻ സ്വന്തമായി മൂലധനം ലഭിച്ചു. ഇത് കടബാധ്യതകൾ കുറയ്ക്കാനും പുതിയ ഡ്രൈ ഡോക്കുകളും മെഷീനറികളും വാങ്ങാനും സഹായിച്ചു. ഇതാണ് ബിസിനസ്സിലെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും വ്യത്യാസം.